കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങൾ സംസ്ഥാനത്ത് പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് യു.ഡി.എഫ് നേതൃത്വം സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നിൽ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അനാവശ്യ ഇടപെടലുകൾ ഉണ്ടെന്ന ബി.ജെ.പിയുടെ ആരോപണം വരാനിരിക്കുന്ന ഭരണകാലയളവിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകും. യു.ഡി.എഫിന്റെ വിജയത്തിന് ശേഷം 11 ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത്. ഈ കാലതാമസം തന്നെ മുന്നണിക്കുള്ളിലെ ഭിന്നതയുടെ അടയാളമാണെന്ന് ബി.ജെ.പി ചൂണ്ടിക്കാട്ടുന്നു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്ന പ്രധാന വിമർശനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ ബാധിക്കുന്നവയാണ്. കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമാണെങ്കിലും ആ തിരഞ്ഞെടുപ്പ് നടത്തിയത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നതാണെന്നാണ് രാജീവ് ചന്ദ്രശേഖറുടെ ഏറ്റവും ഗുരുതരമായ ആരോപണം. ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ബി.ജെ.പി ആരോപിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയത് മുതൽ ഇത്തരം ശക്തികൾക്ക് മുഖ്യധാര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ലഭിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഈ നീക്കം കേരളത്തിന്റെ മതേതര പ്രതിച്ഛായയ്ക്ക് വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ബി.ജെ.പിയുടെ ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് ഭരണപരമായ പല മേഖലകളെയും അവ ബാധിക്കുമെന്ന ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത്. മതധ്രുവീകരണം, തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. ലീഗിന്റെയും ജമാഅത്തിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുമോ എന്ന ആശങ്ക ബി.ജെ.പി ഉന്നയിക്കുന്നു. വരും തലമുറയുടെ വിദ്യാഭ്യാസവും ഭാവിയും ഇത്തരം സംഘടനകളുടെ നിയന്ത്രണത്തിലാകുമോ എന്നത് വലിയ ചർച്ചാ വിഷയമാണ്. യു.പി.എ സർക്കാരിന്റെ കാലത്ത് മുസ്ലിം ലീഗിന്റെ സ്വാധീനം അഴിമതിക്ക് വഴിവെച്ചിട്ടുണ്ടെന്ന് ആരോപിക്കുന്ന ബി.ജെ.പി സമാനമായ സാഹചര്യം കേരളത്തിലും ആവർത്തിക്കുമെന്ന് ഭയപ്പെടുന്നു. കൂടാതെ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾക്ക് സ്വാധീനമുള്ള സർക്കാരിന്റെ കീഴിൽ നിക്ഷേപകർ എത്താൻ മടിക്കുമെന്നും അവർ നിരീക്ഷിക്കുന്നു. ആരോപണങ്ങൾക്കിടയിലും യു.ഡി.എഫ് സർക്കാർ തിങ്കളാഴ്ച അധികാരമേൽക്കാൻ ഒരുങ്ങുകയാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ 20 മന്ത്രിമാരായിരിക്കും പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാവുക. വരും തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് സത്യപ്രതിജ്ഞ നടക്കും. മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് നീക്കം. ഇത്തവണ പുതുമുഖങ്ങൾക്കും യുവ നേതാക്കൾക്കും മന്ത്രിസഭയിൽ വലിയ പ്രാധാന്യം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മെയ് 21 പുതിയ നിയമസഭ സമ്മേളിക്കുകയും എല്ലാ എം.എൽ.എമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സഭയുടെ ഭാഗമാവുകയും ചെയ്യും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു.ഡി.എഫ് അധികാരത്തിൽ വരുന്നത്. ബി.ജെ.പി ഉയർത്തുന്ന മതപ്രീണന ആരോപണങ്ങളെ മറികടന്ന് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒപ്പം കൊണ്ടുപോവുക എന്നത് വി.ഡി. സതീശന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ്. സഭയ്ക്കകത്തും പുറത്തും ബി.ജെ.പിയുടെയും എൽ.ഡി.എഫിന്റെയും ശക്തമായ വിമർശനങ്ങളെ നേരിടേണ്ടി വരും. മന്ത്രിസ്ഥാനങ്ങളും വകുപ്പുകളും വിഭജിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് പകരം ലീഗ് ആവശ്യപ്പെടുന്ന റവന്യൂ പോലുള്ള വകുപ്പുകൾ നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിലെ ചർച്ചകൾ നിർണായകമാകും. കെ.എൻ. ബാലഗോപാൽ ഭരിച്ചിരുന്ന മുൻ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരാൻ സതീശൻ സർക്കാരിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വി.ഡി. സതീശന്റെ സ്ഥാനാരോഹണം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നതും ഉറപ്പാണ്. ബി.ജെ.പി ഉയർത്തുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ വടംവലിയുടെ ഭാഗമാണെങ്കിലും ഭരണത്തിൽ സുതാര്യതയും മതേതരത്വം ഉറപ്പാക്കേണ്ട ബാധ്യത വരാനിരിക്കുന്ന സർക്കാരിനുണ്ട്. തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞയോടെ കേരളത്തിൽ ഒരു പുതിയ ഭരണയുഗം ആരംഭിക്കുകയാണ്.